നമ്മോടൊപ്പം ഇപ്പോൾ അന്നയുടെ പിതാവ് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ഒരു പുതിയ പരാതി കൂടി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഒരു ജീവനക്കാരി കൂടി ആ കമ്പനിയുടെ ചെയർമാൻ ഒരു മെയിൽ അയച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ അന്നയുടെ പിതാവിനോട് തന്നെ ചോദിക്കാം. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മറ്റൊരു ജീവനക്കാരി കൂടി അവരുടെ ചെയർമാൻ ഒരു കത്തയച്ചിരിക്കുകയാണ്. ഇനി ഒരു അന്ന ഉണ്ടാകാതെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. ആഭ്യന്തര സമിതിക്ക് മുമ്പാകെ പരാതി കൊടുത്താൽ പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അവർ തുറന്നെഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പുതിയ പരാതി വന്നതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇന്നലെ ഒരു ഇവൈക്കാർ വന്നപ്പോൾ ഇവയുടെ പൂനെ ഓഫീസിൽ നിന്ന് അവരുടെ പാർട്ട്നേഴ്സും സീനിയർ മാനേജറും HR മാനേജറും വന്നിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച് ഇങ്ങനെ ഒരു ഫോറം കംപ്ലൈൻറ്റ് തരാൻ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം എംപ്ലോയീസിന് പ്രശ്നം വരുവാണെങ്കിൽ കംപ്ലൈൻറ്റ് തരാൻ എന്തെങ്കിലും ഫോറം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ മോൾ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ അത് അവൾ നമ്മളെന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരാൾ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല. ഏതായാലും അങ്ങനെ ഒരു ഫോറം നിലവിലുള്ളതായിട്ട് അറിയത്തില്ല. ഇങ്ങനെ വാക്കാൽ പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ പുതിയതായിട്ട് സാധാരണ ഇങ്ങനെയൊരു എല്ലാ കമ്പനികളിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ അങ്ങനെ ഒരു ഫോറം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഒരു ആളുകൂടി വന്ന് അത് അവരുടെ മെയിൽ തന്നെയാണ്, അത് നമുക്ക് ഉറപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തെങ്കിലും പരാതി കൊടുത്താൽ പ്രതികാര നടപടിയാണ് ഫലം. ചെയർമാൻ പറയുന്നത് തെറ്റാണ്, അവിടെ ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനം നടക്കുന്നുണ്ട്. അത് ഭയന്നാണ് പലരും ഇത് മറുപടി പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാൻ മടിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ പറയുകയും കൂടി ചെയ്യുന്നത്. ഇനിയൊരു അന്യ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വയ്ക്കുകയും കൂടി ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യക്തമല്ലേ എത്രത്തോളം തൊഴിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഇവൈയും മാത്രമല്ല എല്ലാ കോർപ്പറേറ്റുകളിലും നടക്കുന്നതിനാണ് തൊഴിൽ പീഡനം എന്ന് പറയുന്നത്. അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഇല്ല. നമ്മളെക്കൊണ്ട് മാക്സിമം അവരുടെ ടാർഗറ്റ് ജോലി കംപ്ലീറ്റ് ചെയ്യുക, നമ്മളെക്കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുക. അത് ഇത്ര സമയം ജോലി ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടീഷൻ അങ്ങനെയൊന്നും ഇല്ല. മാക്സിമം നമ്മളായിട്ട് ജോലി ചെയ്യിപ്പിക്കുക, അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഇവളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ രാവിലെ 7:30 എല്ലാ ദിവസവും ഓഫീസിൽ പോകണം, രാത്രി 12:30 മണി വരെ ഇരുന്ന് ജോലി ചെയ്യണം. തിരിച്ച് റൂമിൽ വന്നാൽ പിന്നെ അഡീഷണൽ വർക്ക് പിന്നെയും ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ആൻമേരി എന്ന് പറയുന്നൊരു സുഹൃത്ത് പറയുന്നത് 18 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. അത് ഒരു പെൺകുട്ടി, ഇനി പെൺകുട്ടി അല്ല എങ്കിൽ തന്നെ ഒരു തൊഴിൽ ഇടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ അന്നയുടെ അമ്മ ഒരു ലെറ്റർ കൂടി അയച്ചിട്ടുണ്ട് ചെയർമാന്. അതിൽ തന്നെ ആവശ്യപ്പെടുന്നത് തൊഴിലിടത്തിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനടക്കം ഒരു സംവിധാനം വേണം എന്നുള്ളതാണ്. ഇത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ടതായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ തന്നെ ഇതിനൊരു പരിശോധന ആവശ്യം. നമ്മുടെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുള്ളൂ. ഇതൊക്കെ നിലവിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ കോർപ്പറേറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാവരെയും ഇട്ട് പീഡിപ്പിക്കുക, മാനസികമായിട്ട് ഇത്രയും ഒരു നിഷ്ഠയില്ലാത്ത രീതിയിലുള്ള ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഈ ആൻമേരി എന്ന് പറയുന്ന സുഹൃത്ത്, എൻ്റെ മോളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആൻമേരിന്ന്. അതും ഇവയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് റിസൈൻ ചെയ്തു ഈ അടുത്തിടയ്ക്ക്. അതാണോ ഇതെന്ന് അറിയത്തില്ല എനിക്ക്. ഇപ്പോൾ മറ്റൊരു ഇതായിട്ട് പരാതിയായിട്ട് ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിനെതിരെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ പോലും അവധി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആൻമേരി അടക്കമുള്ള ആളുകൾ പറയുന്നത്. മകൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, നിർത്തിയാൽ കൊള്ളാം എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഇവൈക്ക് ഹോളിഡേയ്സാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ വരെ ഇരുന്ന് അവൾക്ക് ജോലി ചെയ്യണം. അവൾക്ക് ഒറ്റ ദിവസം പോലും അവധി കിട്ടിയിട്ടില്ല. പിന്നെ സാധാരണ ഞങ്ങൾ ക്രിസ്ത്യൻസൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന സമയം, അതിന് പോലും ഉള്ള സാവകാശം തരാതെ അന്ന് പോലും ഇരുന്ന് അവർ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. അവധി ദിവസങ്ങളൊന്നും കൊടുക്കാറേ ഇല്ലായിരുന്നു. ഈ അന്നയുടെ ഫ്യൂണറലിന് പോലും ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും വന്നിരുന്നില്ല എന്നുള്ളത് കേട്ടിരുന്നു. ഈ മരണത്തിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ അത് നമുക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ളതായിരുന്നു. അതോ ഒരു തരത്തിലും നമ്മളോടൊപ്പം നിൽക്കാത്ത തരത്തിൽ ആയിരുന്നു?
അതായത് അന്നയുടെ മരണത്തിന് ശേഷം അവളുടെ ഫ്യൂണറലിന് ഈ വൈയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ആരും പങ്കെടുത്തിട്ടില്ല. പിന്നെ അവരുടെ ലോക്കൽ ഓഫീസ് അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അവരുടെ ലോക്കൽ കൊച്ചിൻ ഓഫീസ് ഉണ്ട്, ഇൻഫോ പാർക്കിനുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് ആരെങ്കിലും പറഞ്ഞ് അറ്റൻഡ് ചെയ്യിപ്പിക്കായിരുന്നു. അതുപോലും അവർ ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു ലെറ്റർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്ന ശേഷം മാത്രമായിട്ടാണ് വൈയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അത് ഇന്നലെ തന്നെ അവരുടെ പൂനെ ഓഫീസിൽ നിന്ന് 2 പാർട്ട്നേഴ്സും ഒരു സീനിയർ മാനേജറും വരികയുണ്ടായിട്ട് അവരോട് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അവർ വി വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ, അങ്ങനെ ഒരു മറുപടി മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അവരെല്ലാവരും ഇവിടെ എത്തി എന്ന് പറയുന്നു. അവരെന്താണ് ചോദിച്ചറിഞ്ഞത്? എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര അന്വേഷണം എന്ന രീതിയിലാണോ അവർ വന്നത്, അതോ നേരെ മറിച്ച് ഇതിന് മുകളിൽ ഇതൊന്ന് കെട്ടടങ്ങാൻ ആട്ടെ എന്നുള്ള രീതിയിൽ പരിഗണിക്കുകയാണ് ആയിരുന്നു അവരുടെ ഉദ്ദേശം? എന്തായിരുന്നു അവർ ചോദിച്ചതെന്ന് പറയുന്നത്? അല്ല, അവരിങ്ങനെ ലെറ്റർ ഇങ്ങനെ പുറത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നപ്പോൾ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ഇൻറ്റേർണൽ എൻക്വയറി നടത്തുമെന്ന് ആ രീതിയിലൊന്നും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പം ഇങ്ങനെ ചെയർമാൻ ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തു, അന്നയുടെ വീട്ടിൽ ചെന്ന് അവരെ പേരൻസിനെ കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ വന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതിന്മേൽ ഇനി ഒരു അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ നടപടി ഉണ്ടാകും, അങ്ങനെ അന്നയ്ക്ക് ദുരനുഭവം നേരിടേണ്ടി വന്ന മാനേജർമാരോ സീനിയർ മാനേജർമാരോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്തെങ്കിലും ഉറപ്പ് അങ്ങനെ നൽകിയിട്ടാണോ പോയത്? അല്ല, അവർ ഇതിന് എന്തെങ്കിലും ശിക്ഷാ നടപടി എടുക്കുമെന്നോ ഇതിനൊരു ഇൻറ്റേർണൽ എൻക്വയറി നടത്തുമെന്നോ ആ കാര്യത്തിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞേക്കാൻ ഞങ്ങൾ ഈ കാര്യം പരിശോധിക്കട്ടെ എന്നൊരു വാക്ക് മാത്രമാണ് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ തുടർ നടപടികളോ ആലോചിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ വൈക്കെതിരെ ഒരു നിയമ നടപടി ഉദ്ദേശിച്ചിട്ടല്ല ഇങ്ങനെ ഒരു ലെറ്റർ വൈ ചെയർമാൻ അയച്ചത്. വൈ ചെയർമാനും അയച്ചു, അതിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസ് കാരണം മറ്റ് 5 പേർക്കും ഈ സെയിം ഇമെയിൽ അയച്ചിരുന്നു. അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഏതോ 5 പേരിലുള്ള ആരുടെ ഒരാളിൽ നിന്നാണ് ഈ ലെറ്റർ ലീക്ക് ചെയ്ത് പോയേക്കുന്നത്. പിന്നെ ഞങ്ങളിത് ഈ പബ്ലിക്കിൻ്റെ അവയർനെസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിയൊരു കുട്ടിക്ക് കൂടി ഇങ്ങനെ ഒരു സാഹചര്യം വരരുത്, അതാണ് ഞങ്ങൾ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി ആർക്കെങ്കിലും എതിരെ എടുക്കുവാനായിട്ടല്ല. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ ചെയർമാൻ്റെ ഒരു പ്രതികരണം കൂടി വരികയുണ്ടായി. അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ളൊരു തൊഴിൽ പീഡനം ആ സ്ഥാപനത്തിലില്ല, അങ്ങനെ ഒരു തൊഴിൽ പീഡനം ഉണ്ടാവുകയോ അധികമായി ജോലി ചെയ്യിക്കുകയോ ചെയ്യുന്ന സ്ഥാപനമല്ല എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത്. പക്ഷെ അന്ന നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതങ്ങനെയല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഈ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നതിനെ വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണോ തോന്നുന്നത്? അല്ല, തൊഴിൽ പീഡനം നടന്നിട്ടില്ല. തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ 100% ശരിയല്ല. കാരണം നമ്മളിങ്ങനെ സമയത്തിനല്ല, ഇവളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇവൾ 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റിങ് നടത്തണം. സാധാരണഗതിക്ക് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. ഇതൊരു സ്ലേവറി പോലെയാണ് ഇപ്പോൾ ഇവൾ ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ 7:30 അവൾ താമസിക്കുന്ന PGയിൽ നിന്ന് ഇറങ്ങും, ഒരു 9 മണിയാകുമ്പോൾ ചെല്ലും, ഓഫീസിൽ ചെല്ലും, പിന്നെ രാത്രി 12:30 മണി വരെ ഇരുന്നാണ് ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തിരിച്ച് അവൾ താമസ സ്ഥലത്തെത്തുമ്പോൾ രാത്രി 1:30 മണിയാകും. ആ 1:30 മണിയായാലും അവൾക്ക് അഡീഷണൽ വർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഇത് ചെയർമാൻ പറയുന്നത് 100% ശരിയല്ല. അത് ഇന്നലെ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ അടക്കമുള്ളവർ പറയുകയുണ്ടായി, ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകും. ഈ തൊഴിൽ മേഖലയിലെ സമയം അടക്കം നിശ്ചയിക്കുന്നതും തൊഴിൽ സുരക്ഷിതത്വം സംബന്ധിച്ചുമൊക്കെ തന്നെ ശ്രദ്ധാപൂർവം പരിഗണിക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരെയോ മറ്റോ കണ്ട് തുടർന്ന് ഇനിയെങ്കിലും ഇതിനൊരു കൃത്യമായ ഒരു ഫോർമാറ്റ് വേണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കൂ? അത് ഞങ്ങൾ ഒരു ലീഗൽ നടപടിക്കും മറ്റ് നടപടികളോ ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഇതൊരു മെയിൻ ടോപ്പിക്കായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടുമായിരിക്കും. അപ്പോൾ ഒരു പുതിയ വർക്ക് കൾച്ചർ
എല്ലാ കോർപ്പറേറ്റുകൾക്കും വരും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ കേസുമായിട്ടോ ലീഗൽ നടപടിയായിട്ടോ മുമ്പോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു പുതിയ വർക്ക് കൾച്ചർ ഈ ബഹുരാഷ്ട്ര കമ്പനികളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അന്നയുടെ പിതാവ് നമ്മളോട് പറയുന്നത്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.